അബിൻ, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഹായ്. നമുക്ക് ഇപ്പോഴത്തെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. ഹാലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താ? ക്യാരക്ടർ എന്താണ്? തിയേറ്റർ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ക്യാരക്ടർ അതിൽ ഷൈനികത്തിൻ്റെ സുഹൃത്തായിട്ടാണ്. ഓക്കെ. അപ്പം ഒരു മ്യൂസിക് ബാൻഡ് പരിപാടിയാണ്. അപ്പം പ്രണയത്തിന് വേണ്ടിയിട്ട് സുഹൃത്ത് നല്ല സൗഹൃദം കൊണ്ട് നടക്കുന്നൊരു കൂട്ടുകാരനാണ്. ഓക്കെ. അപ്പം 25-ാം തീയതിയാണ് ഹാൽ റിലീസായത്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമാണ്. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. ഏതാണ്ട് അബിൻ്റെ കരിയറിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊരു തോന്നലുണ്ട്. കരിയർ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നും. ദൈവാനുഗ്രഹം കൂടെ ഉണ്ട് അല്ലേ? തീർച്ചയായും. ഒരു 3 years ആയിട്ടുണ്ടാവുമല്ലോ തുടങ്ങിയിട്ട്. 21 മുതലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. 19 തൊട്ടാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. ഒതളങ്ങാത്തുരുത്ത് മുതലാണ് വരുന്നത്. ഇത് ഒതളങ്ങാത്തുരുത്ത് മുതലേ ഒരു അല്ലെ വിജയം ആഘോഷിച്ചു തുടങ്ങി. ചെയ്തപ്പോ മുതലേ എല്ലാരും നല്ല സ്വീകാര്യത കിട്ടി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിനിമയിലൊക്കെ അഭിനയിക്കും എന്നൊന്നും, പെട്ടെന്ന് അഭിനയിക്കുമെന്നും തീരുമാനിച്ചു. കാരണം ഒതളങ്ങാത്തുരുത്തിന്റെ സിനിമയിലൂടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം പെട്ടെന്നായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി വന്നത്. അപ്പോൾ അതിൽ നിന്നും പിന്നെ രോമാഞ്ചം പോലുള്ള ത്രൂ ഔട്ട് പടത്തിലേക്ക് അഭിനയിച്ചു. ഓക്കെ. പെട്ടെന്ന് മനസ്സിൽ വന്നാൽ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴത്തേക്കും ആശാന്റെ പോസ്റ്റർ സൂപ്പർ അടിപൊളി കേട്ടോ. ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട്. ഞാനും ഞെട്ടിപ്പോയി. എന്ത് രസം അത്. എന്താ ക്യാരക്ടർ? അത് ഒരു ലൈറ്റ് ബോയ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരി. ബാക്കി പരിപാടികളൊക്കെ പടത്തില് പറയാൻ പറ്റില്ല. അവൻ ഭയങ്കര ഒരു ഫാൻ ബോയ് ആയിരുന്നു അല്ലേ? സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയിക്കണം, അഭിനയത്തിലേക്ക് വരും, അങ്ങനെ എന്തെങ്കിലും ദൃഢനിശ്ചയം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്റ്റേജ് പരിപാടിക്കൊക്കെ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഈ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഈ കാസ്റ്റിംഗ് കോളോ അല്ലെങ്കിൽ ബയോഡാറ്റ അങ്ങനെ പരിപാടികളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ സിനിമയിലോട്ട് ഉള്ളവരാരും ഇല്ലായിരുന്നു കയറ്റി പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്റ്റേജ് പരിപാടി, മിമിക്രി അങ്ങനെയൊക്കെ പരിപാടിയിലൊക്കെ ചെയ്താണ് പിന്നെ ഒതളങ്ങാത്തുരുത്തിലോട്ട് സ്കൂളിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ മിമിക്രി ഇമിറ്റേഷൻ, അത് ആർട്ടിസ്റ്റുകളുടെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല മിമിക്രിയിൽ, അങ്ങനെ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും കാവ്യമാധവൻ്റെ സൗണ്ട് എടുക്കാമെന്നും പറഞ്ഞ് കയറി. അപ്പോഴത്തേക്കും ഈ സ്കൂളിൻ്റെ ഇപ്പുറത്തൊരു മതിലുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ ഈ കാവ്യമാധവൻ്റെ സൗണ്ട് എന്ന് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചാടി എണീറ്റ്. ഡ്രൈവർമാരെല്ലാം മതിലിൻ്റെ മണ്ടയ്ക്കൊക്കെ വന്ന് നിന്നിട്ട് നോക്കി. കാരണം അന്ന് ആരാ ഈ ശരീരത്തു നിന്ന് കാവ്യമാധവൻ്റെ സൗണ്ട് എടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ഞാൻ മറ്റേ ഊമപ്പെണ്ണിന് ഉരിയാളപ്പതിൻ്റെ അത് സാധനം കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് പിന്നെ അഭിനയത്തിൽ കോളേജിൽ വന്നപ്പോഴത്തേക്കും സ്കിറ്റൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നാട്ടിലെ ചെറിയ ചെറിയ റോഡിൻ്റെ വിഷയമൊക്കെ ഈ തമാശ രൂപേണ ഒരു ചാനലുണ്ടാക്കി, തക്കുടു വിഷൻ എന്നും പറഞ്ഞ് അതിൽ കൂടെ ഈ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് കണ്ടിട്ട് ഒതളങ്ങാത്തുരുത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അതിപ്പം നാട്ടിൽ വെച്ചിട്ട് ഡയറക്ടർ അംബുജി വേറൊരു ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. അതിന്റെ അടുത്ത ചോദ്യമായിരുന്നു. ആണോ? അതായത് അംബുജിക്ക് നത്തിനെ വഴിയിൽ വെച്ച് കിട്ടിയതാണെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? അതെ. ഇനി അതൊന്ന് പറഞ്ഞ എങ്ങനെയാ എത്തിയത്? അംബുജി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നത്. അപ്പം എൻ്റെത് തീരപ്രദേശം, അപ്പം ഖനന മേഖല. അപ്പം അതിനെ ബേസ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോഴേക്കും എനിക്ക് എന്നെ വഴി വെച്ച് കിട്ടിയത് എൻ്റെ ലുക്ക് കണ്ടിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു കൊടുത്ത്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത്, എൻ്റെ നമ്പരും കൊടുത്തിട്ട് എന്നെ വിളിച്ച് അപ്പോൾ എനിക്ക് കുറച്ച് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ മുടിയൊന്നും വെട്ടണ്ട, സ്കൂൾ പയ്യനായിട്ടാന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പം സ്കൂൾ പയ്യനായിട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ പറഞ്ഞ്. അപ്പം ഭയങ്കര ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന ഷോർട്ട് ഫിലിം. ഞാൻ അപ്പോൾ കൂട്ടുകാരത്ത് എല്ലാവർക്കും പറഞ്ഞു. അതെ. അപ്പോൾ മുടി വെട്ടാത്തതിന് വീട്ടിൽ നിന്നൊക്കെ വഴക്ക് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വെട്ടാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഷോർട്ട് ഫിലിം ചെയ്തില്ല. പിന്നെ പുള്ളിയുടെ ഒരു അറിവില്ലായിരുന്നു. എനിക്ക് ദേഷ്യം കയറി ആ മുടിയൊക്കെ വെട്ടി. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മെസ്സഞ്ചറിലൊരു മെസ്സേജ്, ഹായ് ബ്രോ, ഞാൻ അംബുജിയാണ്, അന്ന് കണ്ടില്ലേ, ആ ഷോർട്ട് ഫിലിം അന്ന് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞ സന്തോഷം.
ഇപ്പം ഞാനൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്, കരിക്ക് പോലൊരു പരിപാടി, കൂടെ നിൽക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ച് PSC ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പം തന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ അയാൾ എന്ത് വിചാരിച്ച് കാണും. എന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ഒരു അറിവില്ലായിരുന്നു. പിന്നെയും പുള്ളിയുടെ ഒരു അറിവില്ല. പിന്നെ പുള്ളി വരുന്നത് ഷൂട്ടിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ലൊക്കേഷൻ കാണാനൊന്ന് പോകാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ വെച്ചിട്ടാണ് ലൊക്കേഷനും എൻ്റെ അടുത്ത് ക്യാരക്ടറും പറയുന്നത്. എന്നാലും ആ അദ്ദേഹം നടത്തിയ ഒരു ഹണ്ട് ആണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിരുന്നു. കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തു. അത് ക്യാരക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി. കാരണം എന്ന് വെച്ചാൽ ഞാനും ക്യാരക്ടറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നാട്ടിലെ കുറച്ച് അൽക്കുലത്ത് പരിപാടിയൊക്കെ പിടിച്ച് നടക്കുന്നൊരു ക്യാരക്ടറാണ് അതിൽ. അപ്പം അതുപോലെ തന്നെ ഞാൻ ജെനുവിനായിട്ടും അങ്ങനെയൊക്കെ തന്നെ. അപ്പം പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ അകത്ത്. സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു പിന്നീട് അതിനുശേഷം? പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തായിരുന്നു. സിനിമയിലെ പല പ്രമുഖന്മാർ വിളിച്ചിട്ട് നമുക്ക് പടം ചെയ്യുന്നോന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ അനുരാജ് സാർ വിളിച്ചായിരുന്നു. പിന്നെ മിഥുൻ ചേട്ടൻ മെസ്സേജ് അയച്ചായിരുന്നു. E4 എൻ്റർടൈൻമെൻറ്റ് അവർ മെസ്സേജ് അയച്ചായിരുന്നു പടം ചെയ്യുന്നോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഒതളങ്ങാത്തുരത്തിലൂടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്നു, ജൂഡേട്ടൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ ജൂഡേട്ടൻ മെസ്സേജ് ഇട്ട് പറഞ്ഞു ഹലോ ഞാൻ ജൂഡാണ്, നമ്പർ ഒന്ന് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. ശരി സാർ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പോരുന്നു എൻ്റെ കൂടെ സിനിമയിലേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ എന്നിട്ട് അമ്പുജിയെ വിളിച്ച് പറഞ്ഞു. അപ്പം ജൂഡേട്ടനായതുകൊണ്ട് കൊള്ളാം നല്ല പരിപാടിയായിരിക്കും ചെല്ല്, ഓക്കെ ഓട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കൂട്ടുകാരത്തൊക്കെ പറഞ്ഞു ഇക്കാര്യം. അപ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ ഇപ്പം എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പിറ്റേന്ന് രാവിലെ അതായത് ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നു. ഹലോ ഞാൻ ജൂഡാണ്. ഞാൻ പറഞ്ഞു ആരാന്ന്? ജൂഡാണ്. ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ വിചാരിച്ചു ഈ കൂട്ടുകാരന്മാരായാലും പണി കയറിയായിരിക്കും, കാരണം അവർക്ക് രാവിലെ തന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം, എനിക്ക് ഡയറക്ടറായിട്ടൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. പിന്നെ വിളിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു സാർ എന്നെ വല്ല വിളിച്ചായിരുന്നു. അപ്പം പിന്നെ വിളിച്ച് അല്ല നീയല്ലേ ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് വേറൊരാൾക്ക് ക്യാരക്ടർ കൊടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അയ്യോ സാറേ ഞാൻ വരാതെ പറയാം. അപ്പോൾ പറഞ്ഞ് നീയും ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്നും പറഞ്ഞിട്ടാണ് ജൂഡേട്ടൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ സാറാസിലേക്കാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. ഫസ്റ്റ് പടം സാറാസാണ്. അതെ അന്ന് കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ആമസോണിൽ ഇറങ്ങിയ പടമാണ്. അതും അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കഥാപാത്രവും സിനിമയും തന്നെ ആയിരുന്നു. അപ്പോൾ ജൂഡേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്ത പടം എനിക്ക് ത്രൂ ഔട്ട് പരിപാടി രോമാഞ്ചം തന്നെ ആയിരുന്നു. അല്ലാതെ ചെറിയ ചെറിയ പരിപാടി പാപ്പൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തായിരുന്നു. അപ്പം രോമാഞ്ചമായിരുന്നു ത്രൂ ഔട്ട് പരിപാടി കിട്ടിയത്. ഫ്രണ്ട്സും കൂടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഈ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുന്ന കാര്യമൊക്കെ? എൻ്റെ അടുത്തറിയുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം സിനിമയാണ്, ഏതൊക്കെ സീൻ കാണും എന്നറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ പറയത്തില്ല. പടം കണ്ടു കഴിഞ്ഞിട്ട് അവർ വന്ന് പറയുമ്പോഴാണ് അപ്പം എല്ലാം ഉണ്ടായിരുന്നുള്ളൊരു സമാധാനം കിട്ടുന്നത്. ഏതെങ്കിലും സീനൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല ചെയ്തതെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്ന ഞാൻ ഫാൻസിന്റെ പേരിൽ ഫോട്ടോഷൂട്ടിന് പോയപ്പോഴാണ്. അവിടെ ഇട്ടിമാണിയുടെ ലൊക്കേഷനിൽ അവിടെ ചെന്ന് അപ്പം ഫോട്ടോ എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ നേരെ നിൽക്കും. വലിയ ക്യൂവാ. അപ്പം 100-300 ആൾ കാണും. ഈ ആൾക്കാർക്കെല്ലാം ഫോട്ടോ എടുത്ത് ഇങ്ങനെ ലാലേട്ടൻ അത്രയും നേരം നിൽക്കും ഫോട്ടോ എടുത്ത് ഇങ്ങനെ. ഇട്ടിമാണിയുടെ സമയത്ത് ഒതളങ്ങാത്തുരുത്ത് ഉണ്ടായിരുന്നല്ലോ? ഇല്ല ഇട്ടിമാണിയുടെ സമയത്തില്ല. ഇല്ല അന്ന് ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് ഒതളങ്ങാത്തുരുത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫോട്ടോ എടുത്ത് മോനെ എവിടെ നിന്ന് ഞാൻ പറഞ്ഞു കരുനാപ്പിൽ. ഓക്കെ ഫോട്ടോ എടുത്ത് പോയി. പിന്നീട് എസ് ഭാരത് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഷോപ്പിൽ കരുനാപ്പിലുള്ള ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലാലേട്ടനാണ്. അപ്പോൾ അന്നും ദൂരെ നിന്നാണ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരനുണ്ട് ദേവ്. അവൻ ഇച്ചിരി അത്യാവശ്യം ജിമ്മ് ബൗൺസർ പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവൻ ലാലേട്ടൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ വയ്ക്കണം. അകത്ത് ഇങ്ങനെ കൂടെ നടന്നിട്ട് അവൻ എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് നടന്നു നീ കണ്ട. അപ്പം ഞാൻ പഴയ ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പോൾ ഇത് പഴയത് ഫാൻസിൻ്റെ ഇതുപോലെ നിനക്ക് നടക്കാൻ പറ്റിയ ഇല്ലല്ലോ കണ്ട ഞങ്ങൾ അടുത്തടുത്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കിട്ടപ്പോഴത്തേക്കിങ്ങനെ ഇനി അടുത്ത പരിപാടിക്ക് എങ്ങനെയും പോയി ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ
പിന്നീട് പടം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് തുടങ്ങി. അതെ, ഒരുമിച്ച് വർക്ക് അവൻ സ്റ്റാറ്റസ് ഇട്ടു. അവൻ സ്റ്റാറ്റസ് ഇട്ടു, തുടരുവിന്റെ എല്ലാം സ്റ്റാറ്റസ് ഇട്ടു. കോളേജ് പരിപാടിക്ക് പോകുന്ന ഇഷ്ടമാണോ? കോളേജ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ച കോളേജിലും പോയായിരുന്നു. കോളേജ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒരു മേജറായിട്ട് പറയാ? അവരിത് തന്നെ നത്തേന്നുള്ള വിളിയാണ് മെയിൻ ആയിട്ടുള്ളത്. സംസാരിച്ചോണ്ടിരിക്കുമ്പോ നത്തേന്ന് വിളിക്കും, ഹലോ എന്നൊക്കെ വിളി കൊടുക്കും. അത് പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ വലിയ ആധികാരിക പ്രസംഗമൊന്നും അറിയത്തില്ല, ഉള്ളതുപോലെ പറയും. ഒതന്റിസിറ്റി ആണ് അബിന്റെ ഒരു മെയിൻ. ഞാൻ BA മലയാളം കൂടെ ആയിരുന്നു. അത് വേറെ കഥ. BA മലയാളത്തിന് പോയി അഡ്മിഷൻ എടുത്ത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയാ. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ടഫാ. ഞാൻ വിചാരിച്ചു BA മലയാളം മലയാളം പഠിക്കാന്നും പറഞ്ഞ് ചെന്ന്. ഫസ്റ്റ് ലേറ്റ് അഡ്മിഷൻ ആയിരുന്നു. ആദ്യത്തെ പീരീഡ് മലയാളത്തിൽ ചെന്നപ്പം പിള്ളേരാരും ഇല്ല. അവർ പറഞ്ഞ് ഇംഗ്ലീഷിന് പോയിരിക്കുകയെന്ന് പറഞ്ഞു. ഇംഗ്ലീഷും ഉണ്ടാ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് പോയിരുന്ന് എല്ലാം കേട്ട് പോയി. അപ്പം സെക്കൻഡ് പീരീഡ് അപ്പോൾ എണീറ്റ് പോകാൻ നേരത്ത് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങ് പെട്ട്. ഞാനങ്ങ് ഇരുന്ന് ആ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത മറ്റേ ഫോണറ്റിക്സ് സൗണ്ടുകൾ എന്നൊക്കെ സാധനം. അയ്യോ പെട്ട്. ഞാനപ്പോൾ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ എഴുതി വയ്ക്കും. അപ്പോൾ എസ്സേ ചെയ്ത് എന്തെങ്കിലും ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ കിടന്ന് വിറയ്ക്കുന്ന ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ തീർന്നു. 2 എണ്ണം. മൂന്നാമത്തെ പീരീഡ് മലയാളം ക്ലാസ്സിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടീച്ചർ സൈഡിൽ മൈക്കൊക്കെ വെച്ചുകൊണ്ട് വന്ന ടീച്ചർ വന്നിട്ട് ടീച്ചർ അവരുടെ ബോർഡിൽ ഒരു ഹിന്ദി പോലെ എന്തോ എഴുതുന്നത്. ഇതെന്താ ക്ലാസ് മാറിപ്പോയി. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, അത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഹിന്ദി അല്ല ഇത്, നമുക്കതിന് സംസ്കൃതം. പെട്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇരുന്ന് ഇങ്ങനെ രാമഹ രാമോഹോ രാമഹേ സ്ത്രീലിംഗം പുല്ലിംഗമൊക്കെ ആകെ അറിയുന്ന ആണിന് പെണ്ണ്, പശുവിന് കാള, ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. പിന്നാണ് ഈ കഥയൊക്കെ. പിന്നെ മലയാളത്തിൽ എഴുതാവുന്നത് കൊണ്ട് കഥ അറിയാവുന്നതുകൊണ്ട് സംസ്കൃതത്തിന് ഒരു വട്ടം കണ്ട് ജയിച്ച്. ബാക്കി എല്ലാം സപ്ലിയാ ഇംഗ്ലീഷിന്. എൻ്റെ അടുത്ത് ചോദിക്കും എത്ര സപ്ലി ഉണ്ട്, എഴുതിയെടുക്കുന്നില്ല. ഞാൻ പറയും ഇംഗ്ലീഷ് പോയിട്ടുണ്ടെന്ന് പറയും. അത് എഴുതിയെടുത്തൂടെ, 2 പേപ്പറല്ലേ ഉള്ളൂ. എല്ലാ സെമ്മിലും ഈ 2 പേപ്പർ വെച്ച് എത്ര എഴുതിയെടുക്കും. അതുകൊണ്ട് ആ പരിപാടി അവിടെ നിർത്തി. ഇല്ലില്ല. കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചാ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും TC മേടിക്കാൻ വേണ്ടി, ഞാൻ സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കുകയായിരുന്നു. ചെന്നപ്പോഴത്തേക്കും TC മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സാറ് പറഞ്ഞു എടാ അത് എഴുതിയെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു പിന്നെ വരാം സാർ, ഇപ്പം സമയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് TC ചോദിച്ചാൽ പറഞ്ഞില്ല, ഒരു സിനിമാൻ്റെ TC അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈബ്രറി ചെന്നു. ലൈബ്രറി ഫൈൻ ഉണ്ടായിരുന്നു. ഞാൻ ലൈബ്രറി കയറാത്ത എനിക്ക് ഫൈൻ അടയ്ക്കാതെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. ഞാനത് തിരക്കിയപ്പോഴത്തേക്കാണ് പറയുന്നത് നമുക്ക് ഈ ലൈബ്രറി കാർഡ് തരും എല്ലാവർക്കും. അത് നമ്മളാരും യൂസ് ചെയ്തില്ല. 3rd ഇയർ ആകുമ്പോഴത്തേക്കും പ്രോജക്റ്റ് വരും. അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യാത്ത കാർഡ് വെച്ചിട്ട് പഠിക്കുന്ന പിള്ളേർ പോവും. അങ്ങനെ എൻ്റെ കാർഡും വെച്ച് പോയവള് 2 പുസ്തകം അവിടെ കൊടുക്കാനുണ്ട്. അതെൻ്റെ തലയിലായി. പിന്നെ ആ ഫൈൻ അടച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞാൻ വന്നത്. ക്ലാസ് കട്ട് ചെയ്ത് ഉറങ്ങാൻ മാത്രം അവിടെ പോയിരിക്കുന്നത് ലൈബ്രറി. ഞാൻ ഇതുവരെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ടില്ല. സാറുമാരെ ടീച്ചർമാരൊക്കെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. സാറന്മാരെ ഇപ്പോഴും പേടിയാ സാറന്മാർ. അതങ്ങനെ, അത് ചെറുപ്പം മൂലം വന്നുള്ളേ. എനിക്ക് പട്ടികളെയൊക്കെ പേടിയാ. അത് ചെറുപ്പം മൂലം ഉള്ളേ, അത് മാറ്റാൻ പറ്റൂല. ഇപ്പൊ അവരുടെ ഒരു ഇത് തന്നെ മാറിയിട്ടുണ്ടാവുമല്ലോ. സാറന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. ചില ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പം എൻ്റെ അടുത്ത പടം ഏതാളാ എന്നൊക്കെ ചോദിച്ചു. എന്നാലും അവരെ കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ പേടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പണ്ട് വിറപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സാറന്മാരൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ സാറന്മാരുണ്ട്. മെയിനായിട്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അനിൽകുമാർ സാറെന്നും പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ഇംഗ്ലീഷ്. സാറിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ PT സാറുണ്ടോ, തുളസീധരൻ സാറ്. പുള്ളി ക്ലാസ് ഒന്നും എടുക്കത്തില്ലെങ്കിലും ഈ ഇൻ്റർവെൽ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ക്ലാസ് കയറിയില്ലെങ്കിലേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വരുമ്പോഴേ ചൂരൽ വെച്ച് പൊട്ടിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ പുള്ളിക്കാരനാണ് എന്നെ ആദ്യമായിട്ട് കലോത്സവത്തിന് മിമിക്രിക്കും ചെണ്ടയ്ക്കും കയറ്റുന്നത്. പുള്ളിയാണ് എന്നെ, ഞാൻ പേര് പോലും PT സാറ്, തുളസീധരൻ സാറാണ് എന്നെ പിടിച്ച് കയറ്റുന്നത്. ഞാൻ പേര് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് സാർ എന്നെ പിടിച്ച് കയറ്റുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനാകെ ഒരാളെ ആദ്യം പ്രേമിച്ച പറഞ്ഞായിരുന്നു. പക്ഷേ
അത് പോയി അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയൊക്കെ വരുന്നതിന് മുമ്പ് അതൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഖേദിക്കുന്നുണ്ടാവല്ലേ ഇപ്പൊ? ഖേദിക്കുന്നുണ്ടോ? മെസ്സേജ് അയക്കും. ഇപ്പോഴല്ല, ഇപ്പൊ അയക്കത്തില്ല. അല്ലാതെ ഈ ഒതളങ്ങാത്തുരുത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അയച്ചായിരുന്നു. പിന്നെ ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ നീ തന്നെയാണ് നിന്നെയാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഉള്ളില് ഏയ് അവളെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ഇനി ഞാൻ ചിലപ്പോ പാച്ചാകും. വേണ്ട, അത് വേണ്ട. പിന്നീട് അപ്പൊ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? കുറെ കാലം ഭയങ്കര ഡിപ്രഷൻ പരിപാടിയായിരുന്നു, 1 മാസം. നമ്മളങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള പ്രേമമായിരുന്നു, ഭയങ്കര ആത്മാർത്ഥമായിട്ട്. അപ്പം സാഹചര്യം അനുസരിച്ച് അതങ്ങ് പോയി. ഇനി ആത്മാർത്ഥത കൊടുക്കാൻ ബാക്കിയില്ലേ? ഇനിയിപ്പം ആത്മാർത്ഥത ഉണ്ട്. അപ്പം കുഴപ്പമില്ല, ഇപ്പം ഞാൻ സേഫാണ്. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള പുള്ളിക്കാരി അടിപൊളിയാണ്, വീട്ടിലെല്ലാം ഓക്കെയാണ്, എല്ലാത്തിനും കട്ടക്കിക്കുന്ന ഒരാളാണ്. അത് പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് കലാവാസനകളിലേക്ക് കടന്നാലോ? പോവാം. ആദ്യമായിട്ട് എന്തായിരിക്കും? നമുക്ക് മിമിക്രിയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ മെയിനായിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കൃഷ്ണ എന്ന് പറയുന്നൊരു കൂട്ടുകാരി, ഞാൻ പറയാം ജെന്യൂൻ റിവ്യൂ പറയുന്നത്, ഇവളെന്നെ കളിയാക്കുന്ന സാധനമാണ്. മറ്റേത് ഈ കോട്ടയം നസീർക്കാണ് ജനാർദ്ദനൻ ചെയ്യുന്നത്. അതിനുശേഷം ജനാർദ്ദനെ എല്ലാ സ്ഥലത്തും ഇമിറ്റേറ്റ് ചെയ്യുന്ന നീ ഒറ്റൊരുത്തനെ ഉള്ളത് പറയുന്നുണ്ട്. എനിക്കൊരു ട്രേഡ് സാധനമായിരുന്നു ജനാർദ്ദനൻ ചേട്ടൻ. ഓ നശിപ്പിച്ച് പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ച് സുന്ദരേശ, എടാ സുന്ദരേശ, എൽദോ നിന്റെ സിനിമയിലെടുത്തടാ. ഓ വേറെ ആരുള്ള? പിന്നെ നമ്മുടെ തമിഴിലെ മൊട്ടൈ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു പുള്ളി, கூப்பிடு வேலாயத்தை கூப்பிடு டானி, அவனை ஒன்றும் பண்ணிடாத. டேய், ஊரை மாற்றிட்ட, பேரை மாற்றிட்ட, கெத்தப்பு கூட மாற்றிட்ட, ஆனால் டீச்சரை மலையாளத்தை மாற்ற முடியலப்பா. ഇത് വേറെ അവതരിപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചാനൽ പരിപാടിയിൽ? നാടൻ പാട്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൻ, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇപ്പം അത് ട്രെൻഡിങ്ങാണ്, മറ്റേ പടക്കളം പാട്ട്. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടകിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, മിശ ബഹുകേമമാണല്ല അല്ല, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതകുത്താതെ. കൃഷ്ണ നീ എവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ, എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതകുത്താതെ.